മുഖ്യമന്ത്രി വി ഡി സതീശൻ KPCC ആസ്ഥാനത്തെത്തും. മന്ത്രിമാരുടെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാൻ തകൃതിയായി പുരോഗമിക്കുന്നു. ഇന്ന് രാത്രിയോടെ പൂർണ്ണ രൂപമാകും. വകുപ്പുകളും തീരുമാനിക്കും. KPCC പ്രസിഡന്റും ദീപാദാസ് മുൻഷിയും KPCC ആസ്ഥാനത്തെത്തി. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഇന്ന് രാത്രിയോടെ ഉണ്ടാകുമെന്ന് തന്നെയാണോ ഈ ഒരു സമയത്ത് ഉറപ്പിച്ച് പറയാനാകുന്നത്? വിവരങ്ങൾ. മന്ത്രിമാരുടെ പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് വി ഡി സതീശൻ ഉള്ളത്. നേരത്തെ തന്നെ അതിലെ ഒരു 6 പേരുകൾ നമുക്ക് ലഭ്യമായതാണ്. അത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അവർ നിശ്ചയമായും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അതടക്കമുള്ള പട്ടികയാണ് ഇപ്പോൾ അവസാനവട്ട ചർച്ചകളിലേക്ക് പോയിരിക്കുന്നത്. KPCC ആസ്ഥാനത്തേക്കാണ് വി ഡി സതീശൻ പോയത്. അവിടെ KPCC പ്രസിഡന്റും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അവിടെയുണ്ട്. ഇവരുമായി ഈ പട്ടിക കൂടി ചേർന്ന് ആലോചിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പേരുകൾ ഇതിലേക്ക് ആഡ് ചെയ്യും, കൂട്ടിച്ചേർക്കുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും 6 പേരുടെ ഒരു പേരുകൾ നമുക്ക് തീർച്ചയായിട്ടും മന്ത്രിസഭയിലേക്ക് ഉണ്ട് എന്ന് കരുതാം. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ മന്ത്രിസഭയിലേക്ക് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം ഇടഞ്ഞു നിന്നപ്പോൾ അനുനയിപ്പിച്ചാണ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആഭ്യന്തര വിജിലൻസോട് കൂടി അദ്ദേഹമായിരിക്കും ഭരിക്കുക, അദ്ദേഹമായിരിക്കും മന്ത്രിയായിരിക്കുക. മറ്റൊന്ന് AP അനിൽകുമാറാണ്. അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. മാത്രമല്ല അദ്ദേഹം KC വേണുഗോപാലിന്റെ ഒപ്പം നിൽക്കുന്ന ആൾ കൂടിയാണ്. അതിനൊപ്പം K മുരളീധരൻ നേരത്തെ തന്നെ മന്ത്രിപട്ടികയിലേക്ക് ഉറപ്പിച്ചതാണ്. K മുരളീധരന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ നൽകും എന്നും അറിയാൻ കഴിയുന്നു. ഇതിൽ പുതുമുഖം എന്ന് പറയുന്നത് M ലിജു ആണ്. M ലിജു ആദ്യമായാണ് നിയമസഭയിലേക്ക് വരുന്നത്. ആദ്യ ചാൻസിൽ തന്നെ മന്ത്രിയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് ഒരു സാമുദായിക പരിഗണന കൂടി അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. പലതവണ പരാജയപ്പെട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ഇത്തവണ എത്തുന്നത്. കായംകുളത്ത് പരാജയപ്പെട്ടു, അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും കായംകുളത്ത് മത്സരിച്ച് പ്രതിഭയെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് വരുന്നത്. കന്നി അംഗത്തിൽ തന്നെ മന്ത്രിയാകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. മറ്റൊരു പേര് PC വിഷ്ണുനാഥാണ്. അദ്ദേഹം കൊല്ലം കുണ്ടറയിൽ നിന്നുള്ള MLA ആണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു കുണ്ടറയിൽ ജയിച്ചത്. അതിനുശേഷം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിശ്ചയമായും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരും. അങ്ങനെ 6 പേരുടെ പട്ടിക അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അതിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളും ഉൾപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവഞ്ചൂരിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം അത് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. പൂർണ്ണമായും അതിന് അദ്ദേഹം കൈ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമായും വിട്ടു തന്നാൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാളെ സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കണം. അങ്ങനെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം അടക്കം കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് തിരുവഞ്ചൂരിനെ അതിലേക്ക് കണക്കിലെടുത്തത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം ചില സൂചനകൾ കൂടിയുണ്ട്. മറ്റൊന്ന് ഈ രമേശ് ചെന്നിത്തല പറയുന്ന പേരുകളാണ്. അദ്ദേഹം പറയുന്നത് 2 പേരുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് IC ബാലകൃഷ്ണന്റെയും അൻവർ സാദത്തിന്റെയുമാണ്. 2 പേരുകളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അൻവർ സാദത്തിനെ പരിഗണിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ T സിദ്ദിഖ് നേരത്തെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള MLA ആണ്. അതോടൊപ്പം തന്നെ അരൂരിൽ ജയിച്ച ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ വി ഡി സതീശന് ഒപ്പം നിൽക്കുന്ന നേതാവാണ്. അങ്ങനെ 3 മുസ്ലിം പ്രതിനിധി വന്നാൽ അതിൽ ആരെയായിരിക്കും മന്ത്രിയാക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും IC ബാലകൃഷ്ണന്റെ പേരും സജീവമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ഒരു അന്തിമ രൂപം ഈ പട്ടികയുടെ മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഇന്ന് തന്നെ ഉണ്ടാകും. രാത്രിയോടുകൂടി അതിന് അംഗീകാരം ലഭിക്കും. അത് നാളെ ഗവർണർക്ക് കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 6 പേരുടെ പേര് ഏകദേശം ഉറപ്പിച്ചു. ഇനി ബാക്കിയുള്ള ആളുകൾ ആരൊക്കെ എന്നാണ് അറിയേണ്ടത്. 5 പേരാണ് ഇനിയുള്ളത്. ആ 5 പേർ ആരൊക്കെയെന്ന് ഇന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. ശരി ബിനിൽ, എന്തായാലും 6 പേരുടെ പേരുകൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ബാക്കി 5 പേർ ആരൊക്കെയാവും കോൺഗ്രസിന്റെ മന്ത്രിമാരായി UDF മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ഇന്ന് രാത്രിയിലും ഈ ചർച്ചകൾ ഇത്തരത്തിൽ തുടരും. KPCC ആസ്ഥാനത്തേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം എത്തും. ദീപാദാസ് മുൻഷി അടക്കമുള്ള കേന്ദ്ര നേതാക്കളും അവിടെ ഉണ്ടാകും. അതിനുശേഷം ഒരു മന്ത്രിമാരുടെ അന്തിമ രൂപം ഉണ്ടാകും ഇന്ന് രാത്രിയോടുകൂടി എന്നുള്ള ആ വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.